എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം 1-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം വായിക്കാം. അതിൽ അർത്ഥവും സാരവും പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ശ്ലോകം 3. നിഗമകൽപതരോർഗളിതം ഫലം ശുവമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഘോരസികാ ഭുവി ഭാവുകാഃ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഘോരസികാ ഭുവി ഭാവുകാഃ. ഭാവുകാഃ ഹേ സമർത്ഥന്മാരെ, ഭുവിരസിക ഭൂമിയിലുള്ള രസികന്മാരെ, ശുഖമുഖാത് ശുഗരുടെ മുഖത്തിൽ നിന്ന്, ഗളിതം ഒഴുകിയതും, അമൃതദ്രവ സംയുതം അമൃതദ്രവത്തോടു കൂടിയതും, നിഗമകൽപ്പതരോ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ഫലം ഫലവും, ഭാഗവതം ഭാഗവതം എന്ന നാമധേയമുള്ളതുമായ രസം രസത്തെ, ആലയം ലയാവസ്ഥയിലും, മുഹു പിന്നെയും പിന്നെയും, അഹോ പിബത ഭാഗ്യമെന്ന വിചാരത്തോടുകൂടെ പാനം ചെയ്യുവിൻ. എല്ലാ ശാസ്ത്രങ്ങളെക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ ശ്രവണം ആവശ്യമാണെന്ന് പറയുന്നത്. സർവശാസ്ത്ര ഫലസ്വരൂപമാണിത്. അതുകൊണ്ട് പരമാധാരത്തോടെ ഇതിനെ കേൾക്കേണ്ടതാണെന്ന് ഈ പദ്യം കൊണ്ട് പറയുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 വിധ പുരുഷാർത്ഥങ്ങളെ സമ്പാദിപ്പാനുള്ള മാർഗങ്ങളെ നന്നായി ഉപദേശിക്കുന്നതിനാൽ ഈ നിഗമയതി ബോധയതി ബോധിപ്പിക്കുന്നു എന്ന കാരണത്താൽ നിഗമം എന്ന വേദത്തിന് പേർ സിദ്ധിച്ചു. ഏതേതിനെ ആഗ്രഹിക്കുന്നുവോ അതിന് നൽകുന്നതായ വേദത്തെ തന്നെ കൽപ്പവൃക്ഷമായി കൽപ്പിച്ചിരിക്കുന്നു. ശുഖം എന്ന വാക്കിന് കിളി എന്ന് കൂടെ അർത്ഥമുണ്ട്. ശ്രീ ശുഖബ്രഹ്മർഷിയാവുന്ന കിളി സർവരസങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന ഭാഗവത മാധുര്യ രസത്തെ ആസ്വദിച്ച് ലോകോപകാരത്തിനായി പ്രശിഷ്യ പരമ്പരയായിട്ട് ലോകത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. വൈകുണ്ഠത്തിലുള്ളതായ ഈ ഭക്തി മാഹാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്ന ഭാഗവതം ശ്രീ നാരദമുനിയുടെ കരുണയാൽ വേദവ്യാസർക്ക് സിദ്ധിച്ചു. ഞാൻ അതിനെ എൻ്റെ ആത്മജനായ ശുഗന് ഉപദേശിക്കുകയും ആ വഴിക്ക് ശിഷ്യ പ്രശിഷ്യ ദ്വാരാ ലോകത്തിൽ എങ്ങും ഇത് പരക്കും. ജീവൻ മുക്തന്മാരും ഇതിനെ ഉപേക്ഷിക്കുകയില്ല എന്ന് മേൽ വരാൻ പോകുന്ന സംഗതിയെ വ്യാസൻ സർവജ്ഞനാകയാൽ ഗ്രന്ഥാരംഭത്തിൽ തന്നെ അറിയിക്കുകയും അതിനെ ശ്ലോകരൂപേണ നിബന്ധിക്കുകയും ചെയ്തുവെന്ന് ധരിക്കണം. ഇതിൽ ഉപേക്ഷിക്കത്തക്കതായ അംശം ഏതുമില്ലെന്ന് കാണിപ്പാൻ രസം എന്ന വിശേഷണം രസമാണെങ്കിൽ ആയത് പദാർത്ഥത്തിൽ ചേർന്നിരിക്കുന്നതല്ലാതെ പ്രത്യേകമായി കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് ഫലം എന്നുകൂടെ വിശേഷണം ചേർത്തി അപ്പോൾ രസം തന്നെ ഫലരൂപത്തെ എടുത്ത് ഈ ഫലം മുഴുവനും രസമാത്രമാകയാൽ ത്യജിക്കത്തക്കതായ മേൽ തൊലിയോ ഒന്നും ഇതിലില്ല. ആനന്ദം മാത്രമാണ് ഇതിൻ്റെ സ്വരൂപം. അതുതന്നെയാണ് ജീവൻ മുക്തനില. ആകയാൽ കർമ്മത്തെപ്പോലെ മുക്തിയനന്തരം മുക്തിക്ക് ശേഷം ത്യാജ്യം എന്ന ദോഷം അതിനില്ല. ആ യോഗ്യതയെ എല്ലാവർക്കും അറിവാൻ കഴിയുകയില്ല. അഭിജ്ഞന്മാരും രസജ്ഞന്മാരുമായിരിക്കുന്ന പുണ്യവാന്മാർ മാത്രമേ അറിയുകയുള്ളൂ എന്ന് സാരം. വിഷ്ണുപരമായ അർത്ഥം, അതിന് യോഗ്യമായ പദവിഭാഗം നിഗമകൽപ്പതരോർ ഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹു രസിക ഭുവി ഭാവുകാഃ. അന്യയം രസികാ ഭാവുക. അന്യയാർത്ഥം, അല്ലയോ രസികന്മാരായ ഭാവുകന്മാരെ, നിഗമകൽപ്പതരുവിൻ്റെ ഭൂവിൽ ഗളിതമായ ഫലമായും ശുഭമുഖാത്തായും അമൃത ദ്രവസംയുതമായും
രസമായുമിരിക്കുന്ന ഭാഗവതത്തെ നിങ്ങൾ പിന്നെയും പിന്നെയും ലയം വരെ പഠനം ചെയ്യുവിൻ. ആകയാൽ രസിക ഭാവുകന്മാരായ ശ്രീകൃഷ്ണനെ തന്നെ ഭജിക്കണം. നിഗമയതി ബോധയതി അറിയിപ്പിക്കുന്നു. പുരുഷാർത്ഥോചിതൻ മാർഗങ്ങളെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് നിഗമം എന്ന് വേദത്തിന് പേർ വന്നത്. ഈ അർത്ഥത്തെ ആസ്പദമാക്കിയിട്ടാണ് മേൽ കാണിച്ച അർത്ഥകൽപ്പനം. വേറൊരു വിധത്തിലും അർത്ഥം പറയാം. നിഗമയതി നിതരാം, പ്രാപയതി ഏറ്റവും പ്രാപിക്കുന്നു, ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രാപിപ്പിക്കുന്നു. ജീവന് മോക്ഷപര്യന്തമുള്ള പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കുവാൻ സമുചിതമായ മനുഷ്യ ശരീരത്തെ നിഗമം എന്ന് പറയാം. ദേഹികൾക്ക് മനുഷ്യജന്മം ലഭിക്കുക എന്നത് വളരെ ദുർലഭം. ആ മനുഷ്യ ശരീരമോ ബഹുകാലം നിൽക്കുന്നതല്ല. മനുഷ്യത്വം സിദ്ധിച്ചാൽ തന്നെ വിഷ്ണു ഭക്തന്മാരെ കണ്ടുകിട്ടാൻ അതിനേക്കാൾ ദുർലഭം. ഭക്തന്മാരുടെ സംസർഗം കൊണ്ടാണല്ലോ ഭക്തി ഉണ്ടാകുക. അതിനുള്ള അവസരം മഹാദുർലഭം. അതുകൊണ്ട് മനുഷ്യ ശരീരമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ബലം ശ്രീകൃഷ്ണ പ്രാപ്തിയാകയാൽ നിങ്ങൾ ശ്രീകൃഷ്ണനെ ഭജിക്കുവിൻ എന്ന് സാരം. ശ്രീകൃഷ്ണൻ കാരുണ്യമൂർത്തിയും ഭക്തവത്സലനുമായതുകൊണ്ട് മനുഷ്യലീലയിൽ ഭക്തജനങ്ങളുടെ ഹൃദയത്തെ കവരുന്നവനാണെന്ന് കാണിപ്പാൻ അമൃതദ്രവ സംയുതം എന്ന വിശേഷണം. ഭജനം ഒരു കാലത്തിലും വിഫലമാകയില്ല. ഭക്തിമാൻമേ പ്രിയോത്തര, ഭക്തിയുള്ളവൻ എൻ്റെ പ്രിയനാണെന്ന് ഭഗവാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം ആനന്ദ സ്വരൂപനും ഭക്തവത്സലനും വൃന്ദാവന വിഹാരലോലനുമായ ഗോപാലകൃഷ്ണനെ നിരന്തരം ഭജിക്കുവിൻ. ഭാഗവതം 12 സ്കന്ധങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്ന വിഷയങ്ങളിൽ സായിരസം ഭക്തിയാണ്. ശൃംഗാരാദി രസങ്ങൾ അവിടെവിടെ കാണുന്നുവെങ്കിലും ഭക്തിക്ക് തന്നെ പ്രാധാന്യം. ആ സാരത്തെ ഈ 3-ാമത്തെ പദ്യത്തിൽ സംക്ഷേപരൂപേണ കാണിച്ചു. ശ്ലോകം 4. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസദ. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസദ. നൈമിഷേ, നൈമിഷം എന്നു പേരായ അനിമിഷക്ഷേത്രേ വിഷ്ണു ക്ഷേത്രത്തിൽ, ശൗനകാദയ ശൗനകൻ ആദിയായ, ഋഷയ ഋഷികൾ, സ്വർഗായ ലോകായ ഹരിപ്രാപ്തിക്ക് സഹസ്രസമം 1000 സംവത്സരം നടത്തേണ്ടതായ സത്രം എന്ന യാഗം ആസദം അനുഷ്ഠിച്ചു. നൈമിഷം എന്നു പേരായ വിഷ്ണു ക്ഷേത്രമുള്ള പുണ്യസ്ഥാനത്തിൽ ശൗനകൻ മുതലായ മുനിമാർ ശ്രീഹരിയെ പ്രാപിക്കണമെന്നുള്ള സങ്കല്പത്തോടുകൂടെ 1000 സംവത്സരം കൊണ്ടവസാനിക്കുന്നതായ സത്രം എന്നു പേരുള്ള ഒരുവിധം യാഗം ആരംഭിച്ചു. സ്വർഗത്തിൽ കീർത്തിക്കപ്പെടുന്നവൻ സ്വർഗായൻ ശ്രീഹരി. ലോകം പ്രാപ്യസ്ഥാനം ശ്രീഹരിയാകുന്ന പ്രാപ്യസ്ഥാനം കിട്ടുവാൻ വേണ്ടിയിട്ട് എന്നാണ് ശ്രീധരാചാര്യ അഭിപ്രായം. വൈകുണ്ഠലോകം കിട്ടുവാൻ എന്നും വ്യാഖ്യാനിക്കുന്നതിന് വിരോധമില്ല. കലിബാധ കൂടാതെ ഭഗവാനെ സേവിപ്പാൻ യോഗ്യമായ സ്ഥലം ഏതെന്നുപദേശിപ്പാൻ ബ്രഹ്മാവിനോട് മുനിമാർ പ്രാർത്ഥിച്ചപ്പോൾ ഈ ചക്രം ഏതു സ്ഥലത്തെത്തുമ്പോൾ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നുവോ ആ സ്ഥലം പുണ്യമാണെന്ന് പറഞ്ഞ് മനസ്സാ സൃഷ്ടിച്ച സൂര്യസങ്കാശമായ ഒരു ചക്രം ബ്രഹ്മാവ് മുനിമാർക്ക് നൽകി. അതിനെ ഉരുട്ടിക്കൊണ്ടു പോയപ്പോൾ ഒരിടത്ത് ചെന്ന സമയം അത് പൊട്ടി ഉടഞ്ഞുപോയി. ആ സ്ഥലത്തെ നൈമിഷം, നേമിചക്രം, ശീർണായ ഫലം എന്ന് പറഞ്ഞു വരുന്നു. ഈ കഥ വായുപുരാണത്തിൽ കാണും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.